ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. വിഷമമല്ല, വിഷമമൊക്കെ ഉണ്ട്. ഓരോ വർഷം ഓരോ പ്രായങ്ങൾ പോകുമ്പോൾ വിചാരിക്കും ഈ വർഷം ശരിയാകും, അടുത്ത വർഷം ശരിയാകും, മക്കൾ വലുതാകുമ്പോൾ ശരിയാകും. ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്തൊന്നും ഞാൻ അയാളിൻ്റെ ഒരു സെൻറ്റ് സ്ഥലമോ ഒരു പൈസയോ ഞാൻ അയാളിൻ്റെ എടുത്തിട്ടില്ല. അയാളിൻ്റെ അവകാശം എന്ന് പറയുന്നത് എനിക്ക് ജനിച്ച എൻ്റെ 3 മക്കൾ മാത്രമാണ്. എനിക്ക് ആ 3 മക്കൾ മാത്രമാണ് എൻ്റെ സ്വത്ത്. പിന്നെ എനിക്കൊരാഗ്രഹം, ഇപ്പോൾ എനിക്ക് 60 വയസ്സായി. എനിക്ക് വീടില്ല, സ്ഥലവുമില്ല, ഒന്നുമില്ല. എനിക്ക് 3 മക്കൾ മാത്രമേ ഉള്ളൂ. ഞാനൊന്നും നേടിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരാഗ്രഹം, 60 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു 10 ദിവസം എൻ്റെ വീട്, എൻ്റെ സ്ഥലം, ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് നല്ല ഭക്ഷണം കഴിച്ച് ഒരു 10 ദിവസം എൻ്റെ വീട്ടിൽ കഴിയണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. ദൈവം അത് നടത്തിത്തരും എന്ന് ഞാൻ പ്രതീക്ഷയോടുകൂടി ഈ 2025-ലും ഞാൻ കഴിയുന്നു. നടക്കും എന്ന് തന്നെയാണ് എൻ്റെ 100% ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. എനിക്ക് ഇപ്പോഴൊരു 3-4 കൊല്ലമായി കുറച്ച് പൈസ കിട്ടുന്നത് കൊണ്ട് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. എൻ്റെ മകനെ നഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടി ഞാൻ വിട്ടിട്ടുണ്ട്. ദൈവം എല്ലാം എനിക്ക് നടത്തിത്തരും, പ്രപഞ്ചം എനിക്കെല്ലാം തരും എന്ന ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഈ 2025-ൽ ഞാൻ എൻ്റെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ദാരിദ്ര്യം ആര് തന്നാലും നമ്മൾക്ക് തീരില്ല, അത് ദൈവം തരണം. ദൈവം തന്നാലേ നമ്മുടെ ദാരിദ്ര്യം തീരുള്ളൂ. അല്ലാണ്ട് അവർ 10 രൂപ തന്നു, ഇവർ 20 രൂപ തന്നു, ഇല്ലെങ്കിൽ തന്നില്ല, ആരോടും ഒരു പരാതിയുമില്ല. ഞാൻ ആരും തന്നില്ല എന്നുള്ള വിഷമങ്ങളുമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നമുക്ക് തരണം എന്നാഗ്രഹിക്കുന്നത് വെറും വിഡ്ഢിത്തരമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അധ്വാനിക്കുക, ആരോഗ്യമുള്ള കാലം വരയ്ക്ക് ജോലി ചെയ്യുക, ജീവിക്കുക. ആ പണം കൊണ്ട് കഴിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. ആരും വെറുതെ തരുന്ന പൈസ കൊണ്ട് നമ്മൾ കഴിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇനിയും ജോലി ചെയ്യും, ഇനിയും സമ്പാദിക്കും, ഇനിയും സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഓക്കെ.